പാതിവില തട്ടിപ്പ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പേര് ഇട്ട് വിളിച്ച ഒരു തട്ടിപ്പിന്റെ വിവരങ്ങൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. പാതിവിലയ്ക്ക് സ്കൂട്ടറും ലാപ്ടോപ്പും ഒക്കെ തരാമെന്ന് പറഞ്ഞ് കോടികൾ തട്ടിപ്പ് നടത്തിയ അനന്തു കൃഷ്ണനെ കുറിച്ചുള്ള അന്വേഷണം വിപുലമാക്കിയിരിക്കുകയാണ്. അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് ക്രൈംബ്രാഞ്ച് SP MJ സോജന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം യോഗം ചേർന്നു. പല ജില്ലകളിൽ രൂപീകരിക്കപ്പെട്ട DYSPമാരുടെ സംഘവും പ്രത്യേകം യോഗം ചേർന്നിട്ടുണ്ട്. ആദ്യം പറഞ്ഞല്ലോ, എല്ലാ ജില്ലകളിലും ഇങ്ങനെ പരന്നു കിടക്കുകയാണ് ഈ കേസുകൾ. ഒരു ജില്ലയിൽ തന്നെ 400-500 കേസുകളൊക്കെയാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പരാതികൾ വന്നുകൊണ്ടിരിക്കുന്നത് അത്രയധികമാണ്. സംസ്ഥാനത്ത് രൂപീകരിക്കപ്പെട്ട ഏറ്റവും വലിയ അന്വേഷണ സംഘങ്ങളിൽ ഒന്നുകൂടിയാണ് പാതിവില തട്ടിപ്പിലെ അന്വേഷണ സംഘം. വിജനാണ് ഈ വാർത്തയിൽ വിവരങ്ങൾ നൽകാൻ. വീണ്ടും വിജൻ, ഇങ്ങനെ സംസ്ഥാനത്ത് പലയിടത്തായി എത്ര കേസുകളാണ് ഓരോ ദിവസവും രജിസ്റ്റർ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? വിപുലമായ അന്വേഷണത്തിന്റെ ആവശ്യമുണ്ട്. ആരൊക്കെ ഇതിന്റെ പരിധിയിൽ വരുന്നുണ്ട്? സന്നദ്ധ സംഘടനകൾ, പരാതി കൊടുത്ത അതിസാധാരണക്കാരായ ജനങ്ങൾ, അങ്ങനെ നിരവധി ആളുകളുടെ പരാതികളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏത് ഘട്ടത്തിലെത്തിയിരിക്കുന്നു? എങ്ങനെയൊക്കെയാണ് അതിപ്പോൾ നടന്നു പോകുന്നത്? എന്തായാലും കഴിഞ്ഞ വർഷം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ലഭിച്ച ഒരു പരാതിയാണ് ഇത്രയും വലിയൊരു തട്ടിപ്പിൻ്റെ വ്യാപ്തിയിലേക്കും അതിൻ്റെ അന്വേഷണത്തിലേക്കും ഒക്കെ നയിച്ചത് എന്നുള്ളത് തന്നെയാണ്. അനന്തകൃഷ്ണനെതിരെ അന്ന് ഇത്തരത്തിൽ ഒരു സ്കൂട്ടർ നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് പണം കൈപ്പറ്റി അതിൽ തട്ടിപ്പ് നടന്നു എന്നുള്ളതായിരുന്നു പരാതി. തൊടുപുഴ സ്വദേശിയാണ് പരാതി നൽകിയത്. ഇതിന് ശേഷം ഈ പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസ് തൊടുപുഴയിലേക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറുകയായിരുന്നു. അവിടെ നിന്ന് SHO നടത്തിയ അന്വേഷണമാണ് വിപുലമായ ഈ തട്ടിപ്പിലേക്ക് പക്ഷേ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ളൊരു തട്ടിപ്പിലേക്ക് ഒക്കെ കാര്യങ്ങൾ മാറിയത് അതിലൂടെയാണ്. എന്തായാലും ഇതിലുള്ള വിപുലമായ അന്വേഷണം തന്നെയാണ് നിലവിൽ നടത്തുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 81 അംഗ സംഘമാണ് നിലവിൽ അന്വേഷണം നടത്തുന്നത്. 12 സംഘങ്ങളായി തിരിഞ്ഞാണ് അന്വേഷണം നടത്തുന്നത്. ഇതിൽ സൈബർ വിങ് ഉൾപ്പെടെയുള്ളവരുണ്ട്. DYSPമാരുടെ നേതൃത്വത്തിലാണ് ഓരോ ജില്ലകളിലെയും സംഘങ്ങൾക്ക് ചുമതല. കണ്ണൂർ, കാസർഗോഡ്, ഒപ്പം തന്നെ കോഴിക്കോട്, വയനാട് ജില്ലകൾ ഒരുമിച്ചാണ് പരാതികൾ അന്വേഷിക്കുന്നത്. നിലവിൽ ഈ അനന്തകൃഷ്ണനെതിരായി 34ഓളം വരുന്ന പരാതികളാണുള്ളത്. അതുകൊണ്ട് തന്നെ വിപുലമായ അന്വേഷണം പല വഴിക്ക് നടത്തുകയാണ്. പരാതികൾ ഒക്കെ ക്രോഡീകരിക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഓരോ പ്രദേശങ്ങളിൽ നടത്തിയ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഒക്കെ ശേഖരിക്കേണ്ടതുണ്ട്. ഇനിയും പരാതിക്കാരുണ്ടോ എന്ന കാര്യം ഉൾപ്പെടെ ശേഖരിക്കേണ്ടതുണ്ട്. എന്തായാലും അതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള നീക്കങ്ങളാണ് നിലവിൽ നടത്തുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് കസ്റ്റഡിയിലുള്ള അനന്തു കൃഷ്ണൻ്റെ ജാമ്യാപേക്ഷ ഇന്നലെ തൊടുപുഴ കോടതി തള്ളിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഇയാളുമായുള്ള കൂടുതൽ തെളിവെടുപ്പിലേക്ക് ഒക്കെ കടക്കാനാണ് നിലവിൽ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ പല ജില്ലകളിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അതത് അന്വേഷണ സംഘത്തിന് കൈമാറേണ്ടതുണ്ട്. അങ്ങനെയുള്ള നടപടികളിലേക്ക് ഒക്കെയാണ് നിലവിൽ ഇപ്പോൾ കടക്കുന്നത്. എന്തായാലും ഈ തട്ടിപ്പിൻ്റെ വ്യാപ്തി മനസ്സിലാക്കിയുള്ള അന്വേഷണ സംഘത്തിന് തന്നെയാണ് സംസ്ഥാന സർക്കാർ രൂപം നൽകിയത്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ക്രൈംബ്രാഞ്ചിന് കേസ് കൈമാറുകയും ഒപ്പം തന്നെ വെങ്കടേഷിൻ്റെ ക്രൈംബ്രാഞ്ച് ADGP വെങ്കടേഷിൻ്റെ മേൽനോട്ടത്തിൽ ഈ സാജൻ, അതായത് ക്രൈംബ്രാഞ്ച് SP തന്നെ മേൽനോട്ട ചുമതലയും അന്വേഷണ ചുമതലയും ഒക്കെ നൽകിക്കൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് കടക്കുകയും ചെയ്തു. ഇതിനാണ് വിപുലമായ സംഘത്തെയും രൂപീകരിച്ചത്. എന്തായാലും ഇതിൽ സൈബർ തട്ടിപ്പിന് ഉൾപ്പെടെയുള്ളവർ പലതരത്തിലുള്ള ഓൺലൈൻ തട്ടിപ്പും ഇതിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പണം നൽകിയത് ഓൺലൈനായി ആണ് എന്നൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ ശേഖരിക്കാനാണ് സൈബർ സംഘത്തെ കൂടി ഈ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും വരും ദിവസങ്ങളിലും ശക്തമായ അന്വേഷണവും നടപടികളും ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണത്തിൽ നിന്ന് വ്യക്തമാവുകയും ചെയ്യുന്നത്. എന്തായാലും സംസ്ഥാനത്തുടനീളം വ്യാപിച്ചു കിടന്ന തട്ടിപ്പിൽ സംസ്ഥാനത്ത് ഉടനീളമുള്ള ഉദ്യോഗസ്ഥരെ, ഏറ്റവും ഉന്നതരായ ഉദ്യോഗസ്ഥരെ തന്നെ നിയോഗിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് നിലവിൽ നടക്കുന്നത്. ഇനി കൂടുതൽ പരാതികളുണ്ടെങ്കിൽ ആ പരാതികൾ കൂടി അതത് അന്വേഷണ സംഘത്തിൻ്റെ ഭാഗമാക്കാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്.